വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഫെഡറലിസം തകർന്നു, അതിൻ്റെ മറ്റേ ഏകശിലാത്മകമായൊരവസ്ഥയിലേക്ക് വരുന്നു, സെക്യുലറിസത്തെ ബാധിക്കുന്നു, സിലബസിൻ്റെ അതിനകത്തൊക്കെ ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുമായിരുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ദേശീയ രാഷ്ട്രീയ കക്ഷി ഒരു പ്രതിരോധവുമില്ലാതെ ഇതിനെ കീഴടങ്ങി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും അപകടകരമായിട്ടുള്ള വശം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കർണാടക സംസ്ഥാനത്തിൽ ഇത് നേരത്തെ ഉണ്ടാകുന്ന BJP ഗവൺമെൻറ് സൈൻ ചെയ്തിരുന്നു. അവർ പിന്നീട് എന്ത് ചെയ്തു, അവർ ചില തിരിച്ചടിയെന്ന് പറഞ്ഞാൽ SCP കൊണ്ടുവന്നു. അതുപോലെ ഇവർ കർണാടക ബംഗാൾ എന്ന് വെച്ചാൽ ബംഗാൾ ശിക്ഷ എന്ന് പറയുന്നത് എന്ത് ചെയ്തു, അവിടെ സിലബസ് എന്ത് ചെയ്തു കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇതേപോലെ തമിഴ്നാട് ഗവൺമെൻറ്, തമിഴ്നാട് എന്താ വെച്ചാൽ ഈ FR-ID പോലും റിജക്റ്റ് ചെയ്ത് മക്കൾ ID എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അവരൊരു സാധനം കൊണ്ടുവന്നു. അപ്പോൾ ഇന്ത്യയിൽ പ്രായോഗികമായി ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ച സംസ്ഥാനങ്ങളുണ്ട്. അവർ ഇടതുപക്ഷം പോലുമല്ല, അല്ലെങ്കിൽ അവരൊക്കെ വലതുപക്ഷങ്ങളെന്ന് വേണമെങ്കിൽ പറയാവുന്ന ഇതാണ്. എന്നിട്ട് പോലും ഇതിൻ്റെ അപകടത്തെ തിരിച്ചറിഞ്ഞ് ഇതിനെ എതിർക്കുകയും പ്രായോഗികമായി എങ്ങനെ ഇതിനെ നേരിടാമെന്ന് മാതൃക കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കോടതിയിൽ പോയിട്ട് അവർ ഫണ്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ നമ്മുടെ മുൻപിൽ ചരിത്രമായിട്ട് നിലനിൽക്കെ ഇത് ചെയ്യുന്നതിലൂടെ തീർച്ചയായിട്ടും കൃത്യമായിട്ട് ഒരു വടി വെച്ചു കൊടുത്തു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു പോരാട്ടത്തിൻ്റെ ഒരു സമയമാണ്. എന്തായാലും നമുക്കറിയാം, ഇവിടെ പോരാട്ടങ്ങളിലൂടെ ഉയർന്നു വന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുണ്ട്. അവരെങ്ങനെയായിരിക്കും ഇതിനെ നാളെ ഏറ്റെടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഒപ്പം വെച്ചാൽ ത്രിഭാഷാ പദ്ധതി പോലുള്ള ആശയങ്ങൾ വരികയാണെങ്കിൽ അത് അറബി, ഉറുദു പോലുള്ള ഭാഷകളുടെ അന്ത്യം കുറിക്കുമെന്നുള്ള പ്രശ്നമുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചോളം വെച്ചാൽ വിദ്യാഭ്യാസം അടിസ്ഥാനപരമായി മാറും. ആ അപകടത്തെ തിരിച്ചറിയാതെ മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റില്ല.